അതേ കാരുണ്യത്തിന്റെ തിരുദൂതരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകം അജ്ഞതയുടെ അന്ധകാരത്തിൽ അണ്ടികിടക്കുമ്പോൾ സത്യത്തിന്റെ വെളിച്ചവുമായി തിരുദൂതർ കടന്നു വന്നു. ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ വിളിച്ചുമൂടുന്ന സമൂഹത്തിൽ പെൺകുഞ്ഞുങ്ങൾ അഭിമാനമാണെന്ന് തിരുദൂതർ ഉറക്കെ പറഞ്ഞു. വിവിശരോടും അടിമകളോടും എല്ലാവരോടും ഏറെ സ്നേഹം സമ്പാദിച്ചു. എന്തിനാ? സ്വന്തം ജീവിതം തന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമായി ലോകത്തിന് സമർപ്പിച്ചു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്നാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കരുണയാണ് ഈ ലോകത്തിന്റെ അച്ചുതണ്ടി. കരുണാമനായ റബ്ബിനെ കുറിച്ച് മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കരുണ എന്നാൽ മനസ്സലിവാണ് ഒരു മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും ഉത്തമമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു, അല്ലാഹുവിന്റെ 100 റഹ്മത്തുണ്ട്, അതിൽ ഒരു റഹ്മത്ത് മാത്രമേ ഭൂമിക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് ഭൂമിയിലെ എല്ലാ ജീവിജാലങ്ങളും പരസ്പര സ്നേഹം കാണിക്കുന്നത്. ബാക്കി 99 അവൻ അന്ത്യനാളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് അല്ലാഹുവിന്റെ കാരണത്തെ മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്ന്? അറിയാമോ? പരസ്പര സ്നേഹമില്ലായ്മയാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. വർണ്ണവര്യന്മാരുടെയും യുദ്ധക്കുതിയന്മാരുടെയും കാലം. നിങ്ങൾ നോക്കൂ, പാതയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പട്ടിണിയെയും ബോംബിനെയും അതിജീവിക്കാനാകാതെ മരണപ്പെടുന്ന ദയനീയമായ കാഴ്ച നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നു. വർണ്ണം, മതം, ജാതി, രാഷ്ട്രീയം എന്നിവയുടെ പേരിൽ നിരപരാധികളെ കൊല്ലുന്ന കാലം. സ്വന്തം രക്തത്തിൽ പിറന്നവരോട് പോലും, എന്തിനാ സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്ന കാലം. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? എന്നാൽ കരുണയിലേക്ക് മടങ്ങണം. കരുണാമനായ റബ്ബിന്റെ ദർശനങ്ങൾ നാം പുൽകണം. കാരുണ്യത്തിന്റെ ദൂതന്റെ പാദം നാം പിൻപറ്റണം. എങ്കിൽ രക്ഷയുണ്ട്. നമ്മളെ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.